നമസ്കാരം സാർ. ഒപ്പ്. ആ മേഡം, എന്താ സാറേ കഴിഞ്ഞില്ലേ? ഓ മേഡം എന്താ? അവളൊന്നും പറയുന്നില്ലടോ. മേഡം ഒരു കാര്യം ചെയ്യും, സാറിനെ വിളി, ഇല്ല നമുക്ക് വയ്യോ. അത് ശരി, തരാ ഫോൺ എങ്ങോട്ട്. ഹലോ സാറേ, ഞാനാ സാറേ. ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചു സാറേ, അവൾ വാ തുറക്കുന്നില്ല. ഇനി ഇവളിവിടെ വെച്ചോണ്ടിരുന്നാൽ ഇത്രയും സമയമായില്ല സാറേ. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ. കൊണ്ടുപോയി എന്തുവാടോ ഒരു പ്രതിയെ ചോദ്യം ചെയ്യാൻ എനിക്കൊന്നും അറിയില്ല. എന്തിനാ കാക്കിട്ടിരിക്കുന്നത് കണക്ക്? എത്ര വർഷമായിടോ ഇതെന്തുവാടോ ചെയ്തു വെച്ചിരിക്കുന്നത്? തന്നോട് ഇവിടെ ഉരുട്ടി കൊല്ലാൻ പറഞ്ഞോ? ഓപ്പൺ ചെയ്യടോ ഡോറ്. അതിനിത്തിരി വെള്ളം കൊടുക്കണോ? കൊല്ലാറാക്കി വെച്ചിരിക്കുകയാണല്ലോ, വെള്ളം എടുത്ത് കൊടുക്കണോ? മോളെ മീനാക്ഷി, പറ, നീ എന്താ ചെയ്തത്? പറ, നീ എന്താ ചെയ്തത്? നീ എന്താ ചെയ്തതെന്ന് പറയാനാ പറഞ്ഞത്. നിന്നോട് ഞാൻ ചോദിച്ചത്. നീ എന്നെ കൊണ്ട് ഇന്നും പറയാൻ സാറേ വേണ്ട സാർ. മീനാക്ഷി, ആ വെള്ളം എടുത്ത് കുടിക്കേ. സാർ, ഞാനൊരു ദിവസം വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മോൻ കരയുന്നത് കേട്ടത്.
മീനാക്ഷി, ഇതെന്തിനാണ് നീ ഉപയോഗിക്കുന്നത്? സർ, ഈ പ്രഗ്നൻസിക്ക് ശേഷം എനിക്ക് മാനസികമായി അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഊണമില്ല, ഉറക്കമില്ല, ആകെപ്പാടൊരു മാനസിക വിഭ്രാന്തി പോലെയായിരുന്നു. കൂടിക്കൂടി വന്നപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ഡോക്ടർ ഗോപികയെ പോയി കണ്ടു. അപ്പോൾ അവൾ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസാണിത്. സർ, മീനാക്ഷി എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ അവളോട് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞിരുന്നു. പ്രസവത്തിന് ശേഷം അവൾ സ്വന്തം കാര്യം തീരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഡെലിവറിക്ക് ശേഷം സ്ത്രീകളിൽ പല മാറ്റങ്ങളും ഉണ്ടാവാറുണ്ട്. നമ്മൾ പറയാറില്ലേ, അതുവരെ സോഫ്റ്റ് ആയിരുന്നവരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, ഇറിറ്റേറ്റഡ് ആവുന്നു. പ്രസവത്തിന് ശേഷം സ്ത്രീകളിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഗർഭിണിയായിരിക്കുമ്പോൾ അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്നേഹം, കരുതൽ ഇതെല്ലാം പ്രസവത്തോടുകൂടി കുട്ടിയിലേക്കായി മാറുന്നു. പുറത്തുണ്ടാവുന്ന ഈ മാറ്റങ്ങൾക്കൊപ്പം തന്നെ അവളുടെ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ, എസ്പെഷ്യലി ഹോർമോണൽ ചേഞ്ചസ്. ഇതൊന്നും പോരാതെ ക്ഷീണം, ഉറക്കക്കുറവ് ഇതെല്ലാം ഒരു സ്ത്രീയിൽ കാര്യമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുമുണ്ട്. ചിലർക്ക് കുറച്ച് ദിവസം അല്ലെങ്കിൽ ആഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം മാറി നോർമലാവും. ചിലരാണെങ്കിൽ ചുറ്റുപാടുള്ളവരുടെ കരുതലും സ്നേഹവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ പതിയെ ഇതെന്ന് റിക്കവറാവും. മറ്റു ചിലരാണ് ഈ പറയുന്ന വിഷാദ രോഗത്തിലേക്ക് പോകുന്നത്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. അവർക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാവുന്നു, കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള തോന്നലുണ്ടാവുന്നു. മീനാക്ഷിയുടെ അവസ്ഥ അവളെ ഈ നിലയിൽ എത്തിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തിനാണ് ഇതൊന്നും ആരോടും പറയാതെ മറച്ചു വെച്ചത്? ഞങ്ങളുടേതൊരു പ്രണയവിവാഹമായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് ഒരു മകളെന്നോ മരുമകളെന്നോ ഉള്ളത് പോട്ടെ, ഒരു മനുഷ്യജീവിയാണ് ഞാൻ എന്നുള്ള പരിഗണന എനിക്ക് തന്നിട്ടില്ല സർ. ഞാൻ കഴിച്ചോ, എനിക്ക് വിശക്കുന്നുണ്ടോ, ഡെലിവറിക്ക് ശേഷം എനിക്ക് എന്തെല്ലാം അസ്വസ്ഥതകളുണ്ട്, വേദനയാണോ, ഒരു മനുഷ്യൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. കുഞ്ഞുണ്ടായതിനു ശേഷം രാജേഷ് ഏട്ടനും ഒന്നും വേണ്ടാണ്ടായി. മീനാക്ഷി, നീ എന്തിനായിരുന്നു എന്റെ കുഞ്ഞിനെ കൊന്നത്? നമുക്ക് എത്ര നാൾ കൂടി ഉണ്ടായതായിരുന്നു അവൻ. നിന്റെ തോളത്തെല്ലാം അവൻ കിടത്ത് ഉറങ്ങുമായിരുന്നു. എന്തിന്റെ കുറവായിരുന്നു നിനക്ക്? എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? എൻ്റെ വയറ്റിൽ എത്ര സ്റ്റിച്ച് ഉണ്ടോ നിങ്ങൾക്കറിയാവോ? ഞാനിത് മരുന്ന് കഴിക്കുന്നത് നിങ്ങൾക്കറിയാവോ? കുഞ്ഞുണ്ടാകാൻ പോവാന്ന് കേട്ടപ്പോൾ ഭയങ്കര സ്നേഹാഭിനയം. അതൊന്നും എന്നോടായിരുന്നില്ല, എല്ലാം വെറുതെ ആയിരുന്നു. എനിക്ക് കുഞ്ഞു വന്നതിന് ശേഷം ബോധ്യപ്പെട്ടത്. നമ്മളെ കുഞ്ഞിപ്പോ നമ്മളെ കൂടെ ഇല്ല മീനാക്ഷി. നീ അവനെ ഒന്ന് ഓർത്തു നോക്ക്. മീനാക്ഷി, നീ ചെയ്ത കൊലപാതകത്തിന് നിനക്ക് കുറ്റബോധമൊന്നും തോന്നില്ലേ? എൻ്റെ മാനസികാവസ്ഥ ഒരു പക്ഷെ എൻ്റെ കുഞ്ഞിന് മനസ്സിലായിക്കും. അവനോട് ക്ഷമിക്കുമായിരിക്കും. ഇപ്പൊ ഒരു കുഞ്ഞെന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാ. ഇനി ഒരു പക്ഷെ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന്. ആരും എന്നെ ഇനി പഴയ പോലെ കാണില്ല.
സ്വന്തം കുഞ്ഞിനെ കൊന്ന് കൊലപാതകയായിട്ടേ കാണും. അതുകൊണ്ട് തന്നെ ഇനി പുറത്താരും കാത്തു നിൽക്കാനുണ്ടാവില്ല സാർ. മീനാക്ഷി, സോറി.